സംവിധായകൻ ജിത്തു ജോസഫിൻ്റെ ദൃശ്യം 3 ചിത്രീകരണം ഇന്ന് തുടങ്ങും. എറണാകുളം പൂത്തോട്ട ലോ കോളേജിൽ ഇപ്പോൾ പൂജാ ചടങ്ങുകൾ നടക്കുകയാണ്. കൊച്ചി, തൊടുപുഴ എന്നിവിടങ്ങളിലാണ് ദൃശ്യം 3 ചിത്രീകരണം. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നിറവിൽ നിൽക്കുന്ന മോഹൻലാൽ ഷൂട്ടിംഗ് സെറ്റിലെത്തും. ഏതാനും സമയത്തിനകം അദ്ദേഹം അവിടെ എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇഷ്ട സിനിമയുടെ തുടർച്ചയുണ്ടാകുമെന്ന സന്തോഷമാണ് ആന്റണി പെരുമ്പാവൂരിനും സംവിധായകനും ജിത്തു ജോസഫിനും. ദൃശ്യം 3 എന്ന സിനിമ ഇന്ന് ചിത്രീകരണം ആരംഭിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നതും എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതിയായ സന്തോഷവും സ്നേഹമുണ്ട്. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ ആ സിനിമയിൽ വളരെ പ്രതീക്ഷയുള്ള ആളാണ്. ഞാൻ എൻ്റെ ഒരു സ്വപ്ന സിനിമയായി തന്നെയാണ് ദൃശ്യം 3യെ കാണുന്നത്. അത് തീർച്ചയായിട്ടും മലയാളികൾ മുൻപ് കണ്ട 2 സിനിമകളെ പോലെ തന്നെ അല്ലെങ്കിൽ അതിലും മനോഹരമായിട്ട് വരുന്ന ഒരു സിനിമയായിരിക്കും ദൃശ്യം 3. സന്തോഷമുണ്ട്, നല്ല എന്താ പറയുക, പ്രഷറുണ്ട്. ഞാനങ്ങനെ ഒരു 2ന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ്, 1ന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് അങ്ങനെയല്ല ഞാൻ ഇതിനെ അപ്രോച്ച്. ഇതിന് കഥാപരമായി അല്ലെങ്കിൽ ഓർഗാനിക്കലി ജോർജ് കുട്ടിയുടെ ലൈഫിൽ, ആ കുടുംബത്തിന്റെ ലൈഫിൽ എന്തൊക്കെ നടക്കാം, അവരുടെ ഇതുവരെയുള്ള സംഭവവാസങ്ങളുടെ ട്രോമ എന്തായിരിക്കും, അപ്പോൾ ആ ഒരു ഏരിയയിലൂടെ ഞാൻ ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു 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 കഥയുടെ ഒരു സംഭവം കിട്ടി. ഇതൊരു നല്ല സിനിമയാണ്, അക്കാര്യത്തിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 2ല് ഇത്രയും ട്വിസ്റ്റ് ഉണ്ടായിരുന്നു, ആ ട്വിസ്റ്റിന് മുകളിലുള്ള ട്വിസ്റ്റ് അത്രയും ട്വിസ്റ്റ് വേണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന കൈൻഡ് ഓഫ് ഇതുണ്ടല്ലോ, അത് എനിക്കറിയില്ല. അങ്ങനത്തെ എക്സ്പെക്ടേഷൻ എനിക്കല്ല. ഇതിനകത്ത് ഇതൊരു നല്ലൊരു കഥയുണ്ട്. സംവിധായകൻ ജിത്തു ജോസഫ് സംസാരിക്കുകയായിരുന്നു. ദൃശ്യം 3 പൂജാ ചടങ്ങ് നടക്കുന്ന പൂത്തോട്ട ലോ കോളേജിൽ നിന്ന് നിതിൻ അംബുജൻ തത്സമയം ചേരുന്നു. നിതിൻ, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് മോഹൻലാൽ എത്തുക? ഗുഡ് മോർണിംഗ്. പൂത്തോട്ട SN ലോ കോളേജിൽ ഇപ്പോൾ അല്പസമയത്തിന് തന്നെ ഇതിന്റെ ചിത്രീകരണം ആരംഭിക്കും. അതിന്റെ പൂജാ ചടങ്ങുകൾ അല്പസമയത്തിന് തന്നെ ആരംഭിക്കുമ്പോൾ മോഹൻലാലിനെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇവിടെ ആളുകളൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, പൂത്തോട്ട SN കോളേജിലെ അതിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. അതിന്റെ ഒരു തുടക്കം ഇന്നിവിടെ ദൃശ്യം 3 തുടക്കം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിന് തന്നെ മോഹൻലാൽ ഈ സെറ്റിലെത്തും. നമുക്കറിയാം, ദാദാ സാഹിബ് പുരസ്കാര നിറവിൽ നിൽക്കുകയാണ് മോഹൻലാൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്നത് ഇരട്ടി മധുരമുണ്ടെന്നാണ് സംവിധായകൻ ജിത്തു ജോസഫും അതോടൊപ്പം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും വ്യക്തമാക്കിയത്. 2013 ദൃശ്യം ആദ്യം തിയേറ്ററിലെത്തുന്നത്. അത് അന്നത്തെ എല്ലാ റെക്കോർഡുകളും ഭേദിച്ച് ദൃശ്യം വലിയ വിജയം നേടി. അതിനുശേഷം 2021 കോവിഡ് കാലത്ത് OTT റിലീസായിരുന്നു ദൃശ്യം 2. അതും വലിയ ഒരു വിജയം നേടി. പാൻ ഇന്ത്യ ഒരു ശ്രദ്ധ നേടിയ ചിത്രമാണ്. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയിൽ നിൽക്കുമ്പോഴാണ് ദൃശ്യം 3 വരുന്നത്. സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ തന്നെ, മലയാളി പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ്. ഏതായാലും ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ നടക്കുന്ന ഒരു സ്വാഭാവിക ട്രോമയിലൂടെ പോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ സംവിധായകൻ വലിയ കോൺഫിഡന്റിലാണ്. അതോടൊപ്പം തന്നെ വലിയ സമ്മർദ്ദവും സംവിധായകൻ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ജിത്തു ജോസഫും അല്പസം മുമ്പ് തന്നെ സംസാരിച്ചു. അദ്ദേഹം ഈ ഒരു പുരസ്കാരം നിറവിൽ മോഹൻലാൽ നിൽക്കുന്ന സന്ദർഭമായതുകൊണ്ട് ദൃശ്യം 3 എന്നത് ഏറെ ഇരട്ടി മധുരം നൽകുന്ന ഒരു സെറ്റാണ്. നമുക്കറിയാം, തൊടുപുഴയിലും കൊച്ചിയിലുമായിരിക്കും ഷൂട്ടിംഗ് ലൊക്കേഷൻ. ഏതാണ്ട് 55 ദിവസമായിരിക്കും ഇതിന്റെ ഷൂട്ടിംഗ് നടക്കുക. അതിനുശേഷമാകും ഇത് തിയേറ്ററിലെത്തുക. എന്തായാലും വലിയ പ്രതീക്ഷയിലൂടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സെറ്റിൽ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും അതോടൊപ്പം തന്നെ സംവിധായകൻ ജിത്തു ജോസഫും ഇവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിന് തന്നെ മോഹൻലാൽ ഈ സെറ്റിലെത്തും. അതിനുശേഷം ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായതിനു ശേഷം പിന്നീട് മോഹൻലാൽ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഡൽഹിയിലേക്ക് പോകും. നമുക്കറിയാം, നാളെയാണ് അദ്ദേഹം ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ ചടങ്ങുകൾക്ക് മോഹൻലാൽ ഇന്ന് ഡൽഹിയിലേക്ക് പോകും. എന്തായാലും ദൃശ്യം 3 ഇന്നിപ്പോൾ ഇതിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ്. അല്പസമയത്തിന് തന്നെ മോഹൻലാൽ ഈ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തും. SKN. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം മോഹൻലാലും ലൊക്കേഷനിലെത്തും. ഇതിൽ അഭിനയിക്കുന്ന ഇർഷാദ് ഇതിനോട് ദൃശ്യം 3 കുറിച്ച് നമ്മോട് പ്രതികരിച്ചു. മലയാളികൾ അല്ലെങ്കിൽ എല്ലാ മലയാളികളും ആകാംക്ഷയുള്ള പോലെ തന്നെ എനിക്കും അതിന് വലിയ പ്രതീക്ഷയും ആകാംക്ഷയൊക്കെ ഉണ്ട് ഈ സിനിമയെ കുറിച്ചിട്ട്. എപ്പോഴും മലയാളികൾക്ക് ഒരു കഥ വരുന്നതാണ്. കാരണം ആ ഒരു ജോർജ് കുട്ടിയുടെ കുടുംബത്തിന് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ മലയാളികൾ എപ്പോഴും ആകാംക്ഷയോടുകൂടി ഇരിക്കും. അങ്ങനത്തെ ഒരു സീരീസ് നമുക്ക് ഈ ഒരു 3 അങ്ങനെ പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇത് ജോർജ് കുട്ടിയുടെ ജീവിതവുമായിട്ട് കണക്റ്റഡ് മീൻസ് കുറച്ചും കൂടി ഫാമിലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പൂത്തോട്ട എന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ദൃശ്യം 3 പൂജാ ചടങ്ങുകൾ അല്പസമയത്തിനും ആരംഭിക്കും. ഈ ലൊക്കേഷൻ മോഹൻലാലിനെ കാത്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.